ഇപ്പോഴത്തെ ലൈവിലെ ആ ഒരു ഡിസ്കഷൻ കണ്ടപ്പോഴാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, അക്ബറിന് അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയാനൊന്നും ഒരിക്കലും പറ്റില്ല. അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു ബേസിക് ഗെയിം അല്ലെങ്കിൽ ബേസിക് നേച്ചർ തന്നെ ഈ കൂട്ടത്തിൽ കൂടി നിന്ന് കൂട്ടത്തിലുള്ള ആളുകളെ വെച്ചിട്ട് കളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അക്ബറിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനോ അല്ലെങ്കിൽ അനീഷ് ചെയ്യുന്ന പോലെ എല്ലാവരുടെയും ഗെയിമിനെ എടുത്തു വെച്ച് എക്സ്പോസ് ചെയ്യാനോ ഒന്നും അക്ബറിനെ കൊണ്ട് പറ്റില്ല. അത് അക്ബർ ഈ 2-3 ദിവസം ചെയ്തു വന്നൊരു സംഭവം അതായിരുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, പെട്ടെന്നാണ് അത് മാറി കിട്ടിയത്. അതങ്ങ് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയ പോലെ ആയിപ്പോയി. അനുമോൾ ഒറ്റ ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കി അതിന്റെ പുറകെ പോയി എല്ലാവരും അക്ബറിന്റെ കൂടെയുമായി അനുമോളെ പിടിച്ച് ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആകെ ഫുള്ള് കളികൾ ഇപ്പൊ മാറി മറിഞ്ഞ് വന്നിരിക്കുകയാണ്. അനുമോൾ ഒറ്റപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും പണിയാവാൻ പോകുന്ന അനീഷ് തന്നെയാണ്. അനീഷ് അപ്പൊ എന്ത് ചെയ്തു? എല്ലാത്തിനെയും എക്സ്പോസ് ചെയ്യാനുള്ള ആ ഒരു ദൗത്യം അങ്ങോട്ട് ഏറ്റെടുത്തു. അതാണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ കണ്ടത്. ശരിക്കും ഈ ഒരു മീറ്റിങ്ങിനകത്ത് കണ്ടത് അത് തന്നെയാണ്. എല്ലാത്തിനെയും ഈ ആദില, നൂറ, ഇവരെ രണ്ടുപേരെയും പ്രത്യേകിച്ചും ഇവരെ രണ്ടുപേരെയുമാണ് അനീഷ് ഏറ്റവും നല്ല രീതിയിൽ ഇതിനകത്ത് എക്സ്പോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ഫ്ലോർ ക്ലീനിങ് ഇഷ്യൂ തന്നെ അനീഷ് എടുത്തിട്ടത് വളരെ ബ്രില്യന്റ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം അതൊക്കെ മറന്നിട്ടാണ് നൂറ ഇപ്പോ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് ഇരിക്കുന്നത്. ആ ഒരു കാര്യമൊക്കെ കംപ്ലീറ്റ്ലി മറന്നിട്ടാണ് ഇരിക്കുന്നത്. അന്ന് അനീഷൊക്കെ നൂറയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല പട്ടിണി വരെ ഇരുന്നതാണ്. ആ രീതിയിലൊരു വമ്പൻ പ്രശ്നം ഉണ്ടായതായിരുന്നു. അത് നൂറയ്ക്ക് ഭക്ഷണം നിഷേധിച്ചതിന്റെ പേരില്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? ഡേർട്ടി പൊളിറ്റിക്സ്, അക്ബറിന്റെ ഡേർട്ടി പൊളിറ്റിക്സ്. അക്ബർ ഇപ്പോ ഈ പൂമ്പാറ്റകളെയും പിന്നെ ഇക്കനെയും കൂടെ കൂട്ടിയിരിക്കുകയാണ്. എന്തൊരു പൊളിറ്റിക്സ് ആണെന്ന്, എന്തൊരു പൊളിറ്റിക്സ് ആണ്. കഴിഞ്ഞ ആഴ്ച ഈ രീതിയിൽ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇന്നിപ്പോ ടാർഗറ്റ് ആരാണ്? അനുമോൾ ആൻഡ് അനീഷ്. പക്ഷെ യഥാർത്ഥത്തിൽ അനീഷാണ് ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. മാർക്ക് ചെയ്ത് തന്നെ അനീഷ് ടാർഗറ്റ് ഇട്ട് എക്സ്പോസ് ചെയ്ത് പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കരമായ ഗെയിമായിരുന്നു കേട്ടോ. സംസാരിച്ച് വാദോരാതെ സംസാരിക്കാൻ തോന്നുകയാണ്. ആ രീതിയിലുള്ള ഗെയിം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.